മുഖ്യമന്ത്രി പദത്തിനായി കോൺഗ്രസിനുള്ളിൽ നേതാക്കൾ ചേരിതിരിഞ്ഞ് പോര് തുടരുന്നതിനിടെ തെരഞ്ഞെടുക്കപ്പെട്ട കോൺഗ്രസ് എംഎൽഎമാരുടെ ആദ്യ നിയമസഭാ കക്ഷി യോഗം ഇന്ന് തിരുവനന്തപുരത്ത് ചേരും. കെപിസിസി ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ ഹൈക്കമാൻഡ് നിയോഗിച്ച എഐസിസി നിരീക്ഷകരുടെ സാന്നിധ്യത്തിലാണ് യോഗം. എംഎൽഎമാരിൽ നിന്നും നേതാക്കളിൽ നിന്നും അഭിപ്രായം തേടിയ ശേഷം ഇന്ന് തന്നെ എഐസിസി നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങും. വിവരങ്ങൾ നൽകാൻ അജ്മൽ ദിറാർ തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. അജ്മൽ ദിറാർ, ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ നിർണായകമാണ്. കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ കണ്ടുവരുന്നതാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ തന്നെ ചർച്ചകൾ ആരംഭിച്ചതാണ് കോൺഗ്രസിനകത്ത് തന്നെ. ഇപ്പോഴിതാ വലിയൊരു വിജയത്തിന് ശേഷം എഐസിസി നിരീക്ഷകരെത്തിയിരിക്കുന്നു. ഏത് രീതിയിലുള്ള കൂടിക്കാഴ്ചകൾ, ചർച്ചകൾ നടക്കും തിരുവനന്തപുരത്ത്? അമൃത, ഗുഡ് മോർണിംഗ്. ഈ UDF അധികാരത്തിൽ വന്നതിന് പിന്നാലെ ഈ മുഖ്യമന്ത്രി പദത്തിൽ ഒന്നിലധികം നേതാക്കൾ അവകാശവാദങ്ങളുമായി രംഗത്തെത്തിയതിനു പിന്നാലെ ഹൈക്കമാൻഡ് ഇടപെട്ട് കേരളത്തിലേക്ക് അയച്ച നിരീക്ഷകർ ഇന്നലെ വൈകിട്ടോടെ കേരളത്തിലെത്തിയിട്ടുണ്ടായിരുന്നു. ഇന്ന് UDFിലെ നേതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതായത് ഈ മുഖ്യമന്ത്രി പദം ആവശ്യപ്പെട്ട് അവകാശപ്പെട്ട് രംഗത്തുള്ള നേതാക്കളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസമാണ്. കേരളത്തിലെത്തിയ അജയ് മാക്കനും അതോടൊപ്പം തന്നെ മുഗൾ വാസ്നിക്കും ഈ ദേശീയ നേതാക്കൾ ഇന്ന് സംസ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരും നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ വൈകിട്ടോടെ KPCC ഓഫീസിലെത്തിയ ഈ രണ്ട് നേതാക്കളും പല നേതാക്കളുമായി, അതായത് KPCC ഓഫീസിലുണ്ടായിരുന്ന കേരളത്തിലെ നേതാക്കളുമായി, ആന്റണി അടക്കമുള്ള നേതാക്കളുമായി, AK ആന്റണി അടക്കമുള്ള നേതാക്കളുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടെ ഈ നേതാക്കന്മാർ, അതായത് MLA-മാരുമായി, എല്ലാ MLA-മാരും, കോൺഗ്രസിന്റെ എല്ലാ MLA-മാരും ഇന്ന് രാവിലെ തന്നെ തലസ്ഥാനത്ത് എത്തിച്ചേരും. ഇവരുമായി ഒറ്റയ്ക്ക് കൂടിക്കാഴ്ച നടത്തിയ ശേഷം ഇന്ന് നിയമസഭാ കക്ഷി യോഗം കോൺഗ്രസ് 10:30 മണിക്ക് KPCC ഓഫീസിൽ വിളിച്ചു ചേർക്കുന്നുണ്ട്. ഈ നിയമസഭാ കക്ഷി യോഗത്തിൽ ഓരോ MLA-മാരും അവരുടെ അഭിപ്രായങ്ങൾ, ആരെയാണ് മുഖ്യമന്ത്രി പദത്തിലേക്ക് അവർ ആഗ്രഹിക്കുന്നത് എന്നുള്ള അഭിപ്രായം രേഖപ്പെടുത്തിയ ശേഷം ആ അഭിപ്രായം തിരിച്ചറിഞ്ഞ് അത് റിപ്പോർട്ടാക്കി ഹൈക്കമാൻഡിനെ സമർപ്പിക്കാനാണ് നിരീക്ഷകർക്കുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ, ഹൈക്കമാൻഡിന്റെ ഭാഗത്തു നിന്നുള്ള നിർദ്ദേശം. ഏതായാലും ഈ അഭിപ്രായം ശേഖരിച്ച ശേഷം ഇന്ന് തന്നെ ഹൈക്കമാൻഡ് നിയോഗിച്ച നിരീക്ഷകർ ഡൽഹിയിലേക്ക് മടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിനുശേഷം ഹൈക്കമാൻഡ് ആയിരിക്കും ഈ വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനമെടുക്കുക. ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ മുഖ്യമന്ത്രി പദത്തിന് അവകാശവാദവുമായി 50 MLA-മാരിലധികം തനിക്ക് പിന്തുണയുണ്ട് എന്ന അവകാശവാദവുമായി KC വേണുഗോപാലും അതോടൊപ്പം തന്നെ തന്റെ പ്രവർത്തന പാരമ്പര്യവും രാഷ്ട്രീയത്തിലുള്ള തഴക്കവും മുന്നിൽ കാണിച്ചുകൊണ്ട് അവകാശവാദമായി ഉയർത്തിക്കൊണ്ട് രമേശ് ചെന്നിത്തലയും, എന്നാൽ കേരളത്തിൽ സംഘടനാ സംവിധാനം ശക്തിപ്പെടുത്തി UDF എന്ന സംവിധാനത്തെ ടീം UDF ആക്കി മാറ്റിയതിൽ താനാണ് തെരുവിൽ നിന്ന് മഴയും വെയിലും ഏറ്റുവാങ്ങിയത് എന്ന അവകാശവാദവുമായി നേതൃപദത്തിന് വേണ്ടി VD സതീശനും രംഗത്തുള്ളപ്പോൾ ഈ MLA-മാരുടെ പിന്തുണയ്ക്കപ്പുറം ജനങ്ങളുടെ അഭിപ്രായത്തെ ഒരു പരിഗണനാ വിഷയമായി പാർട്ടി പരിഗണിക്കുമോ എന്നതാണ് ഏറ്റവും പ്രധാനമായി നോക്കിക്കാണേണ്ടത്. പ്രത്യേകിച്ച് KC വേണുഗോപാലിനോ രമേശ് ചെന്നിത്തലയ്ക്കോ അനുകൂലമായി ഒരു നിലപാട് പാർട്ടി നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നാൽ എങ്ങനെയാണ് VD സതീശനെ സമവായത്തിലെത്തിക്കാൻ പാർട്ടി നേതൃത്വം ഇടപെടുക എന്നതും ഇതിൽ ശ്രദ്ധേയമായ കാര്യമാണ്. അമൃത, ശരി. അജ്മൽ ദിറാറാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഫ്ലെക്സുകളുടെ എണ്ണത്തിലല്ല, സ്വീകരണത്തിലെ അണികളുടെ ബാഹുല്യത്തിലല്ല. ഇനിയാണ് ശരിക്കും ഹൈക്കമാൻഡ് മനസ്സറിയുന്ന MLA-മാർ ആരൊക്കെ പിന്തുണയ്ക്കും, ആരെയൊക്കെ പിന്തുണയ്ക്കുമെന്ന ഏറ്റവും ആകാംക്ഷാഭരിതമായ ദിനം കൂടിയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.